സമത്വവിരുദ്ധത കൊടുമ്പിരി കൊണ്ടിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുള്ള കാലത്തിലേക്ക് ഹൃദയവിശുദ്ധിയുടെ സുവർണമുദ്ര കൈമുതലായുള്ള ഒരാൾ പ്രവേശിക്കുകയാണ്. യുഗപുരുഷനായ അദ്ദേഹം പിന്നിട്ട ദൂരങ്ങൾ നവകേരളത്തിലേക്കുള്ള, ആധുനിക കേരളത്തിലേക്കുള്ള സുഗമമായ വഴിയൊരുക്കി. മനുഷ്യത്വത്തിന് മേൽ മാടമ്പിത്തം ചാർത്തിയ ചങ്ങലക്കെട്ടുകളെ ചുഴറ്റിയെറിഞ്ഞ് ജാതിശാസനങ്ങളെ ചുട്ടുചാമ്പലാക്കി അവകാശങ്ങളും അറിവും നേടാൻ ഉറച്ച് തങ്ങളുടെ വിശപ്പ് കത്തിയെരിയുന്ന വയറുമായി ആയിരങ്ങളും പതിനായിരങ്ങളും ആ യുഗപ്രഭാവനായ സന്യാസിയുടെ തണലിലേക്ക് ആർത്തിരമ്പിക്കയറി. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഞാനടങ്ങുന്ന കേരള ജനതയുടെ, അല്ല, ലോക ജനതയുടെ ചിന്താധമനികളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന തത്വം നമ്മുടെ സിരകളിലേക്ക് പകർന്നു നൽകിയ മഹാഗുരു. സിദ്ധാർത്ഥനിൽ നിന്ന് ശ്രീബുദ്ധനിലേക്ക് എന്ന പോലെ നാണുവാശാനിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതായിരുന്നു. ജാതി വേണം, അത് കൂടിയേ തീരൂ എന്ന് ശഠിച്ച ഒരു ജനതയോട് ഗുരു പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ജാതി പോണം, അത് നിരർത്ഥകമാണ്, അനാവശ്യമാണ്, ആത്മനിഷേധമാണ്. ജാതിയിൽ നിന്ന് മുക്തി നേടാനുള്ള പ്രധാന മാർഗമായി ഗുരു കണ്ടത് വിദ്യാഭ്യാസത്തെയും. ബ്രഹ്മസ്വരൂപമായ അറിവാണ് താനെന്ന പരമമായ ബോധം ഉറച്ച ഒരാൾക്ക് മാത്രമേ നാം എന്ന് ആത്മബഹുമാനത്തോടുകൂടി വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ബഹുവചനത്തിൽ ആത്മാവ് അപരവും ഭേദവുമില്ലാതെ സമ്മേളിക്കുന്നു. അറിവിന്റെ പരമമായ വെളിച്ചം ശരിയായി കാണാൻ കഴിയാതെ പോയാൽ മനുഷ്യരാശിയുടെ തന്നെ ദൗർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. ഒരു പീഠയുറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്നിടത്ത് ആ അനുകമ്പ മനുഷ്യനെയും കവിഞ്ഞ് സകല ജീവികളിലേക്കും ഒഴുകുകയാണ്. മതങ്ങൾക്ക് ഏറെ പ്രവാചകന്മാരുള്ള ഈ ലോകത്ത് മതങ്ങൾക്കും ഉപരിയായി നിൽക്കേണ്ട മാനവികതയ്ക്ക്, മനുഷ്യത്വത്തിന് ഒരേ ഒരു പ്രവാചകനേയുള്ളൂ, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ.